അപ്പോൾ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്നലെ രാത്രി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഏകദേശം 10:30 ആപ്പിൾ ലോഞ്ച് ചെയ്തിട്ടായിരുന്നു ഐഫോൺ 16 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വാങ്ങിക്കുന്ന വർത്താണോ? ഈ ഫോൺ ഇപ്പോൾ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ, അതോ ഇനിയും വെയിറ്റ് ചെയ്യണോ? ഇപ്പോൾ ഇനി ഏകദേശം 1-2 ആഴ്ചക്കുള്ളിൽ ബിഗ് ബില്യൺ സെയിൽ വരാൻ പോവാണ് ഫ്ലിപ്കാർട്ടിൽ. അപ്പം എന്തായാലും തീർച്ചയായിട്ടും ഐഫോൺ സീരീസുകളുടെ വില കുറയും. അതായത് ഓരോ വർഷവും പുതിയ ഐഫോൺ ഇറങ്ങുമ്പോൾ അതിൻ്റെ പ്രീവിയസ് മോഡൽ ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സിൽ ഏകദേശം നല്ല ഡിസ്കൗണ്ടിൽ വരാറുണ്ട്. അങ്ങനെ വാങ്ങാൻ കാത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക. ഐഫോൺ 15 ലോഞ്ച് ചെയ്തപ്പോൾ ഏകദേശം 80,000 രൂപയായിരുന്നു പ്രൈസ്. ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ ഏകദേശം 50,000 രൂപയ്ക്ക് 30,000 ഡിസ്കൗണ്ടിൽ ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സിൽ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ വർഷം നമ്മൾ ഐഫോൺ 15ലേക്ക് അപ്ഗ്രേഡ് ചെയ്യണോ, അതോ ഈ ഒരു അപ്ഗ്രേഡ് സ്കിപ്പ് ചെയ്യണോ? അങ്ങനെയൊക്കെയുള്ള കുറേ ഡൗട്ടുകൾ കുറേ ആളുകൾക്കുണ്ടാവും. അപ്പോൾ എന്തായാലും അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഐഫോൺ 16 പറ്റിയും ഐഫോൺ 16 സീരീസുകളുടെ പ്രൈസ് റേഞ്ചിനെ പറ്റിയും അതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയൊക്കെ ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇന്നലെ സെപ്റ്റംബർ 9 നമ്മളെല്ലാവരും കാത്തിരുന്ന ഐഫോൺ 16 ലോഞ്ച് ആയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രൈസിങ് കാണാൻ സാധിക്കും. ഇന്ത്യൻ പ്രൈസ് ഏകദേശം 80,000 രൂപ മുതലാണ് ഐഫോൺ 16 തുടങ്ങുന്നത്. അതായത് അതിൻ്റെ ബേസ് വേരിയൻറ്റ് പ്രോയും പ്രോ മാക്സും പ്ലസും ഒന്നുമല്ല, ഐഫോൺ 16ൻ്റെ പ്രൈസ് തുടങ്ങുന്നത് 80,000 രൂപയിൽ നിന്നാണ്. സെപ്റ്റംബർ 13 വൈകുന്നേരം 5:30 മുതൽ പ്രീ ഓർഡറിന് അവൈലബിൾ ആണ്. സെപ്റ്റംബർ 20 മുതൽ ഇത് അവൈലബിൾ ആയി തുടങ്ങും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. പിന്നീട് ഈ ഫോൺ വാങ്ങണോ വേണ്ടേ, ഇത് വാങ്ങുന്നത് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കുമോ എന്നൊക്കെ നമുക്കിതിനകത്ത് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം ഐഫോൺ 16ൻ്റെ വില നമ്മൾ പറഞ്ഞ പോലെ 80,000 രൂപയാണ്. ഐഫോൺ 16 പ്ലസിൻ്റെ വില 90,000 രൂപയാണ്. പഴയ പോലെ തന്നെ ഫോണും USB കേബിളും മാത്രമേ ബോക്സിനകത്ത് ഉണ്ടാവുള്ളൂ. ഐഫോൺ 16 പ്രോയുടെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1,20,000 രൂപയിൽ നിന്നാണ്. രണ്ടിലും ബിൽറ്റ് ഇൻ ആപ്പിൾ ഇൻ്റലിജൻസ് വരുന്നുണ്ട്. ഐഫോൺ 16 വരുന്നത് A18 ചിപ്പാണ് 5 കോർ GPU ആയിട്ട്. ഐഫോൺ 16 പ്രോയിലും പ്രോ മാക്സിലും വരുന്നത് A18 പ്രോ ചിപ്പാണ്. 1 കോർ കൂടെ എക്സ്ട്രാ ഉണ്ട്, 6 കോർ GPU ആണ്. അതുപോലെ രണ്ടിലും പുതിയ ഫീച്ചറായ ക്യാമറ കൺട്രോളൊക്കെ ഉണ്ട്. അതായത് ഒരു ഫംഗ്ഷൻ ബട്ടണിൽ തന്നെ സ്ക്രോൾ ചെയ്ത് നമുക്ക് സൂം ചെയ്യാൻ സാധിക്കും. ആ സെയിം ബട്ടൺ തന്നെ പ്രസ് ചെയ്ത് നമുക്ക് വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. പണ്ട് സോണിയുടെ സൈബർ ഷോട്ട് മൊബൈൽ ഫോൺസിലൊക്കെ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതുപോലൊരു സിസ്റ്റം തന്നെയാണ്, പക്ഷേ ഒരു ടച്ച് ടെക്നോളജിയാണ്. അപ്പം രണ്ടിലും 48 MB മെയിൻ ക്യാമറയാണ് വരുന്നത്. അതുപോലെ പ്രോ വേരിയൻ്റ് വരുമ്പോൾ 48 MB അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്. സാധാ മോഡലിൽ 12 MB അൾട്രാ വൈഡ് ക്യാമറയാണ് വരുന്നത്. നോർമൽ ഐഫോൺ 16 6x ഒപ്റ്റിക്കൽ സൂമാണ് കൊടുത്തിരിക്കുന്നത്. പ്രോ വേരിയൻറ്റിൽ 10x ഒപ്റ്റിക്കൽ സൂം റേഞ്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഡെഡിക്കേറ്റഡ് ടെലിഫോട്ടോ ലെൻസ് അതിനകത്തുണ്ട്. പിന്നെ ഐഫോൺ 15 വന്ന പോലെ തന്നെ രണ്ടിലും ഡൈനാമിക് ഐലൻഡ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെങ്കിൽ അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം വരുന്നത്. ഐഫോൺ 15 26 hours ഓഫ് വീഡിയോ പ്ലേ ബാക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഐഫോൺ 16 വന്നപ്പോൾ 27 hours ആയി. ഇവിടെ പ്രോ വേരിയൻറ്റിൽ വരുമ്പോൾ 33 hours ഓഫ് വീഡിയോ പ്ലേ ബാക്ക് ആണ്. മൂന്നിലും USB-C പോർട്ട് തന്നെയാണ്. പക്ഷേ പ്രോ വേരിയൻറ്റിൽ USB 3 ആണ്, ബാക്കി രണ്ടിലും USB 2 ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഐഫോൺ 16 പ്രോയുടെ വില 1,20,000 രൂപയാണ്. ഐഫോൺ 16 പ്രോ മാക്സിൻ്റെ വില ഏകദേശം 1,45,000 രൂപയാണ്. ഇതൊക്കെ ബേസ് മെമ്മറി ആയിട്ടുള്ള 128 GB കാര്യമാണ് പറയുന്നത്. പിന്നെ അത് മെമ്മറി കൂടുന്നതനുസരിച്ച് അതിൻ്റെ റേറ്റ് കൂടും. ഇനി നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഐഫോണിൻ്റെ ഒരേ ഒരു സീരീസാണ് ഐഫോൺ 16 സീരീസ്. നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന ഐഫോൺ 13, ഐഫോൺ 14, ഐഫോൺ 15 ഇതിനെയൊക്കെ അപേക്ഷിച്ച് ക്യാമറ വീണ്ടും അവർ വെർട്ടിക്കലായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. മറ്റേ ഡയഗണലായിട്ടായിരുന്നു ക്യാമറ, ഇങ്ങനൊരു ക്യാമറ ഇവിടെ മറ്റൊരു ക്യാമറ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിൽ വന്നപ്പോൾ വീണ്ടും അവർ വെർട്ടിക്കലായിട്ട് തന്നെ ക്യാമറ കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് പിന്നീട് അവർ വിശദീകരിച്ചിരിക്കുന്നത്. iPhone 16 is built for Apple Intelligence, personal intelligence system that helps you to write, express yourself and get things done effortlessly. With groundbreaking privacy protections, it gives you peace of mind that no one else can access your data, not even Apple. അപ്പോൾ പ്രൈവസിയുടെ കാര്യത്തിൽ ഒരു വലിയ രീതിയിലുള്ളൊരു അഷ്യൂരിറ്റിയാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ലെറ്ററൊക്കെ എഴുതുകയാണ്, നമ്മളൊരു മെയിൽ അയക്കാൻ വേണ്ടി ലെറ്ററൊക്കെ എഴുതുകയാണ്. ഇപ്പോൾ ഈ ചാറ്റ് GPT നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ലെറ്റർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് റിവൈസ് ചെയ്ത് കറക്റ്റ് ഫോമാറ്റിൽ കുറച്ചുകൂടെ ബെറ്ററാക്കി തരുന്ന പോലെ ഒരു AI ടൂളാണ് ചാറ്റ് GPT എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആപ്പിളിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു AI ടൂളാണ് ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അത് ഐഫോൺ 16 സീരീസ് മുതൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതുപോലെ തന്നെ ഒരു മെയിലൊക്കെ അയക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ഗ്രാമറൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഐഫോൺ തന്നെ അത് റീറൈറ്റ് ചെയ്ത് കുറച്ചുകൂടെ ബെറ്റർ വേർഷൻ ആക്കും. ഒരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യരെ
മടിയിലാക്കുകയും എന്നാൽ മനുഷ്യരുടെ പ്രൊഡക്ടിവിറ്റി ഒരേ സമയം കൂട്ടുകയും ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇപ്പോൾ കാരണം ഈ മെയിലൊക്കെ എഴുതി പോകുന്ന സമയം നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷേ സ്വന്തമായിട്ട് എഴുതാനുള്ള ഒരു കഴിവ് പതിയെ പതിയെ നശിക്കും. ഇപ്പം നമുക്ക് തന്നെ നോക്കുകയാണെങ്കിൽ കാണാം, ഈ ഓട്ടോ കറക്ഷൻ എന്നൊരു സാധനം ഫോണുകളിൽ വന്നതോടെയാണ് പല ആളുകളും ശരിക്കും സ്പെല്ലിങ് തന്നെ പല വാക്കുകളുടെ മറന്നുപോയി. ഇപ്പോൾ കൂടുതലായിട്ടും ആളുകളിൽ കാണുന്നൊരു കാര്യമാണ്, പലരും സ്പെല്ലിങ്ങുകളൊക്കെ ഈ ഓട്ടോ കറക്ഷൻ വന്നതോടുകൂടി ടൈപ്പ് ചെയ്ത് പല വാക്കുകളുടെ സ്പെല്ലിങ്, ഇതിനു മുമ്പ് സ്പെല്ലിങ് അറിയാവുന്ന ആളുകൾ പോലും പല വാക്കുകളുടെ സ്പെല്ലിങ് മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആദ്യത്തെ ഒരു 2-3 ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ കറക്ഷൻ വരും, അല്ലെങ്കിൽ ഓട്ടോ സാഷൻ വരും. അതിൽ നമ്മൾ യൂസ് ചെയ്ത് സ്പെല്ലിങ് പലരും വിട്ടുപോയിട്ടുണ്ട്. പുതിയ ഓരോ ടെക്നോളജികൾ വരുമ്പോൾ അങ്ങനെ പഴയ ഓരോ കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ ഇതും ആ ഒരു ആസ്പെക്റ്റ് നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമാണ്. കാരണം നമ്മുടെ സ്വന്തമായിട്ട് എഴുതാനുള്ളൊരു കഴിവൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. പക്ഷേ പ്രൊഡക്ടിവിറ്റി കൂടും. നമ്മളിരുന്ന് എഴുതുന്ന സമയത്തിൽ നമുക്ക് ജസ്റ്റ് ആ കണ്ടന്റ് മാത്രം ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഒരുപാട് തലപോയിക്കാതെ ആപ്പിൾ ഇൻ്റലിജൻസ് തന്നെ അതിനെ കറക്റ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് റീറൈറ്റ് ചെയ്യും. പിന്നീട് നമുക്ക് വേണമെങ്കിൽ റിവേർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എഴുതിയ വേർഷൻ തന്നെ അയക്കാം, അല്ലെങ്കിൽ ആപ്പിൾ റീറൈറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വേർഷൻ അയക്കാം. ഇവിടെ നമുക്ക് ഒറിജിനൽ, റീറൈറ്റ് 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മറ്റൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് റെക്കോർഡ് ബട്ടൺ നോട്ട്സിനകത്തോ അല്ലെങ്കിൽ ഫോൺ ആപ്പിനകത്തോ പ്രസ് ചെയ്ത് ഓഡിയോ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് ആപ്പിൾ ഇൻ്റലിജൻസ് അതിനെ സമ്മറൈസ് ചെയ്യും. അതിൻ്റെ സമ്മറി ജനറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസെൻസ് നമുക്കത് പറഞ്ഞു തരും. അങ്ങനെ ഒരു ഓപ്ഷൻ അതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ മെസ്സേജസ് പ്രിയോറിറ്റി ചെയ്യുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ടൈം സെൻസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജുകളൊക്കെ, അതായത് അതിനകത്തൊരു ഡേറ്റോ ടൈമോ ഒക്കെ ഒരു മെസ്സേജിലുണ്ടെങ്കിൽ ആ മെസ്സേജുകൾ അതിനനുസരിച്ച് പ്രിയോറിറ്റൈസ് ചെയ്ത് ഏറ്റവും മുകളിൽ കൊണ്ടുവരും. ഇപ്പോൾ നിങ്ങൾക്കൊരു കല്യാണത്തിന് ഇൻവിറ്റേഷൻ വന്നു, അപ്പം അടുത്ത 2 ദിവസത്തിലാണ് കല്യാണമെങ്കിൽ ആ മെസ്സേജുകളൊക്കെ മുകളിൽ വരും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലാനിട്ട്, നിങ്ങളുടെ മൊബൈൽ റീചാർജ് ചെയ്യേണ്ട പ്ലാൻ എക്സ്പയർ ആകുകയാണെങ്കിൽ ആ മെസ്സേജുകളൊക്കെ എക്സ്പയർ ആകുന്നതിന് മുമ്പ് മുകളിൽ വരും. അതുപോലെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലടയ്ക്കുന്ന 2 ദിവസം മുമ്പ് അത് പ്രിയോറിറ്റൈസ് ചെയ്ത് മുകളിൽ കൊണ്ടുവരും. അങ്ങനെയൊക്കെയുള്ള കുറേ ഫീച്ചേഴ്സ് മെയിലിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഈ ടേക്ക് ടോട്ടൽ ക്യാമറ കൺട്രോൾ, ടച്ച്, സൂം ആൻഡ് ക്ലിക്ക് ക്യുക്ക്. ഇവിടെ നമുക്ക് ഈ ടച്ച് ഐ ഡി പോലെയൊക്കെയുള്ളൊരു ടച്ച് സെൻസിറ്റീവ് ബട്ടൺ ഉണ്ടാകും. അതിനകത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ സ്ക്രോൾ ചെയ്യുന്ന പോലെ ഒന്ന് ബാക്കിലേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് സൂം ചെയ്യാനും സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും സാധിക്കും. അതുപോലെ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. ഒരു കൈ കൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇപ്പം നേരത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അത് സൂം ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ച് മറ്റേ കൈ കൊണ്ട് നമ്മളിങ്ങനെ പിൻ ചെയ്യണം സ്ക്രീനിലിങ്ങനെ പിൻ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് സൂം ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ ഈ ഒരു ടെക്നോളജി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കൈ കൊണ്ട് തന്നെ ക്യാമറ ഹാൻഡിൽ ചെയ്യാം. ആ ഫിസിക്കൽ ബട്ടൺ തന്നെ ക്യാമറ പെട്ടെന്ന് ലോഞ്ച് ചെയ്യാൻ അത് യൂസ് ചെയ്യാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ പതുക്കെ ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൂമിൻ്റെ ഓപ്ഷൻ ഓൺ ആവും. അതുപോലെ 2 പ്രാവശ്യം ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്യാമറ ഓപ്ഷൻ നമുക്ക് അതിനകത്ത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് വന്നിരിക്കുന്ന മറ്റൊരു ഓപ്ഷനാണ് ഓഡിയോ മിക്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ വ്ളോഗേഴ്സൊക്കെ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ കിട്ടാൻ വേണ്ടി ഒരു മൈക്ക്, ഒരു ലേപ്പൽ മൈക്കോ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ഇപ്പം റോഡിൻ്റെ അല്ലെങ്കിൽ DJയുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഹോളി ലാൻഡ് എന്ന് പറയുന്ന കമ്പനിയുടെയൊക്കെ മൈക്ക് വ്ളോഗേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് വരുന്നതോടുകൂടി അതിൻ്റെ യൂസ് കുറച്ചധികം കുറയും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിനകത്ത് നോയ്സ് ഉണ്ടാവും, നമ്മുടെ വോയിസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഏത് വോയിസാണ് നമുക്ക് ക്യാപ്ചർ ചെയ്യേണ്ടത്, ഇൻ ഫ്രെയിമിലുള്ള ഏത് വോയിസാണ് നമുക്ക് ക്യാപ്ചർ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ച് അത് മാത്രം സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ റെഡ്യൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതിനിവിടെ ഓഡിയോ മിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടാണ് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നത്. അത് നല്ലൊരു ഫീച്ചറാണ്. ഇതുകൊണ്ടോ ഇൻ ഫ്രെയിം എന്ന് പറയുന്ന മോഡ് only captures the voice of people on camera even if people off camera are talking during the recording. അതായത് ഇൻ ഫ്രെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ക്യാമറ ഫ്രെയിമിലുള്ള ആളുകൾ മാത്രം സംസാരിക്കുന്ന ഓഡിയോ ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ ഈ ക്യാമറയുടെ സൈഡിൽ ഒരാൾ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ ഓഡിയോ ഇതിനകത്ത് റെക്കോർഡ് ആവില്ല. അതൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അടിപൊളി ഫീച്ചേഴ്സാണ്. അടുത്ത ഓപ്ഷൻ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. സ്റ്റുഡിയോ ഓപ്ഷൻ അതായത് നമ്മളൊരു പ്രൊഫഷണൽ സ്റ്റുഡിയോയിലിരുന്ന് റെക്കോർഡ് ചെയ്യുന്ന പോലെയുള്ള അത്രയും ഡെപ്തുള്ള അത്രയും ക്ലാരിറ്റി ഉള്ളൊരു വോയിസ് ജനറേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും പക്കാ സ്റ്റുഡിയോ എഫക്റ്റ് ചിലപ്പോൾ കിട്ടാൻ സാധ്യത കുറവാണ്. എന്നാലും ഓൾമോസ്റ്റ് ആ ഒരു കാര്യം ഇവർക്ക് മോക്ക് ചെയ്യാനെങ്കിലും സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവർ പറയുന്നത് സ്റ്റുഡിയോ മോഡിലിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ മൈക്കിൻ്റെ അടുത്ത് നമ്മളൊരു സ്റ്റുഡിയോയിലിരുന്ന് സംസാരിക്കുന്ന പോലെയുള്ള ക്ലിയർ ആയിട്ടുള്ള വോയിസ് ലഭിക്കുമെന്നാണ്. അടുത്ത ഓപ്ഷനാണ് സിനിമാറ്റിക് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ട് അതിനെ കൺസോളിഡേറ്റ് ചെയ്ത് സ്ക്രീനിൽ നിന്ന് സൗണ്ട് വരുന്ന പോലെ തന്നെ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ആ ഒരു രീതിയിൽ സൗണ്ട് അറേഞ്ച് ചെയ്യുന്നതിനാണ് സിനിമാറ്റിക് എന്ന് പറയുന്ന ആ ഒരു മോഡ് വരുന്നത്. സ്റ്റാൻഡേർഡ് മോഡ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഐഫോൺ 15-ലും 14-ലും 30-ലും ഒക്കെ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആ മോഡിൽ തന്നെ റെക്കോർഡ് ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് മോഡ് എന്ന് പറയുന്നത്. അപ്പം 3 മോഡ്സാണ് ഒറ്റ സൗണ്ട് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്.
അടുത്ത ഫോട്ടോ കളറിംഗ് ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കളർ ഗ്രേഡിംഗ് ആണിത്. അതുപോലെ ലോക്ക് ഇൻ യുവർ ലുക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അതായത് നമ്മൾ 10 ഫോട്ടോ എടുക്കുമ്പോൾ 10 സ്കിൻ ടോൺ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് അതിനകത്ത് കാണുന്നത്. ഇപ്പോൾ ഇവർ പറയുന്നത് അഡ്വാൻസ് സ്കിൻ ടോൺ റെൻഡറിങ് വെച്ചിട്ട് നമുക്ക് ലോക്ക് ഇൻ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഏതാണ് നമുക്ക് ബേസിക്കായിട്ട് വേണ്ടിയുള്ളൊരു സ്കിൻ ടോൺ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോയിലെല്ലാം ഒറ്റയടിക്ക് ആ ഒരു ടോൺ കൊണ്ടുവരാൻ, ഒരു യുണീക്കായിട്ടുള്ളൊരു സ്കിൻ ടോൺ കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതും ഒരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നോളജിയാണ്. പുതിയൊരു ഓപ്ഷനാണ് ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഗോൾഡ്, ഇവിടെ കുറച്ച് പോവുകയാണെങ്കിൽ വൈറ്റ്, ഒരു വാം കൂൾ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പാണെന്ന് തോന്നുന്നു. അതുപോലെ ഇതൊക്കെ ഇതിനകത്ത് പുതിയതായിട്ട് വന്നിട്ടുള്ള ഫീച്ചേഴ്സാണ്. A18 ചിപ്പ് ഒബ്വിയസ്ലി. iPhone 12 വേരിയൻ്റെ 5 കോർ GPUവിനേക്കാളും ഇരട്ടി സ്പീഡുണ്ട്. പിന്നെ 13 നോക്കുകയാണെങ്കിൽ 13 5 കോർ GPUവിൻ്റെ 70% ഫാസ്റ്റാണ്. iPhone 14നേക്കാളും 50% ഫാസ്റ്റാണ്. 6 കോറിനേക്കാളും 50% തന്നെ ഫാസ്റ്റാണ്. iPhone 15നേക്കാളും 40% ഫാസ്റ്റാണ്. 6 കോർ GPUവിനേക്കാളും 30% ഫാസ്റ്റാണ്. അപ്പോൾ പഴയ വേരിയൻസിനെ അപേക്ഷിച്ച് ഇത്രയും ഫാസ്റ്റാണ് ഈ ഒരു ഫോൺ. പിന്നെ ഒരു വലിയ രീതിയിൽ ക്ലെയിം ചെയ്യുന്നൊരു കാര്യമായിട്ട് ബാറ്ററി പെർഫോമൻസ് കൂട്ടിയിട്ടുണ്ടെന്നുള്ളത്. അതായത് അപ് ടു 27 hours വീഡിയോ പ്ലേ ബാക്ക് ഓൺ iPhone 16 Plus എന്നാണ് പറയുന്നത്. iPhone 16 ആകുമ്പോൾ അവിടെ 22 hours വീഡിയോ പ്ലേ ബാക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് നേരത്തെ ചെയ്തുകൊണ്ട് പഴയ ഫോണുകൾ വെച്ചിട്ട് ഇതിൻ്റെ ബാറ്ററി പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് കമ്പയർ ചെയ്ത് നോക്കാം. iPhone 16 iPhone 12നേക്കാളും 5 മണിക്കൂർ കൂടുതൽ വീഡിയോ പ്ലേ ബാക്ക് ലഭിക്കുന്നുണ്ട്. 16 Plusൽ 10 മണിക്കൂർ കൂടുതൽ വീഡിയോ പ്ലേ ബാക്ക് ലഭിക്കുന്നുണ്ട്. 13 നോക്കുമ്പോൾ 3 മണിക്കൂർ കൂടുതൽ ലഭിക്കുന്നുണ്ട്. പ്ലസ് വേരിയൻ്റ് ആണെങ്കിൽ 8 മണിക്കൂർ കൂടുതൽ വീഡിയോ പ്ലേ ബാക്ക് ലഭിക്കുന്നുണ്ട്. 14 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 2 മണിക്കൂറാണ് iPhone 16 വീഡിയോ പ്ലേ ബാക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നത്. 16 Plusലാകുമ്പോൾ 7 മണിക്കൂർ കൂടുതൽ ലഭിക്കുന്നുണ്ട്. 15 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതും 2 മണിക്കൂറാണ് കൂടുതൽ. പ്ലസ് വേരിയൻറ്റിൽ 7 മണിക്കൂർ കൂടുതൽ ലഭിക്കുന്നുണ്ട്. ഇനി ആക്ഷൻ ബട്ടൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമുക്കിവിടെ ഇപ്പോൾ ഒരൊറ്റ ആക്ഷൻ ബട്ടണിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ സൈലൻറ്റ് മോഡ് വേണോ, ഫോക്കസ് മോഡ് വേണോ, ക്യാമറ, ഫ്ലാഷ് ലൈറ്റ്, വോയിസ് മെമ്മോ, നമ്മുടെ ഷെസാം എന്ന് പറയുന്നൊരു ഫീച്ചർ ഉണ്ടായിരുന്നു, മ്യൂസിക് റെക്കഗ്നൈസ് ചെയ്യുന്ന ആ കാര്യം, അതുപോലെ ട്രാൻസ്ലേറ്റ്, മാഗ്നിഫയർ, കൺട്രോൾ, ഷോർട്ട് കട്ട്, ആക്സസിബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ലോങ് പ്രസ് ചെയ്ത് നമുക്ക് ഒറ്റ ബട്ടണിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കും. പിന്നെ iOS 18 ആണ് പൊതുവെ വരാൻ പോകുന്നത്. iOS 18 ഇതിനുള്ള പഴയ മോഡൽ ഫോൺസിലെല്ലാം ലഭിക്കും. പിന്നെ മുമ്പത്തെ മോഡലുണ്ടായിരുന്ന പോലെ തന്നെ ക്രാഷ് ഡിറ്റക്ഷൻ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ. ഇനി ഈ ഫോൺ വാങ്ങണോ വേണ്ടേ, ഇപ്പോൾ വാങ്ങണോ വേണ്ടേ, ഇപ്പോൾ വാങ്ങുന്നത് ലാഭമാണോ എന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ബിഗ് ബില്യൺ ഡേയ്സിൽ, അതായത് ഇനി ഏകദേശം 2 ആഴ്ചക്കുള്ളിൽ വരാൻ പോകുന്ന ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സിൽ iPhone 15 വാങ്ങാൻ കാത്തിരിക്കുന്നവരുണ്ടാവും. എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ ഒരു വർഷം ഈ ഒരു അപ്ഗ്രേഡ് ഒന്ന് ഹോൾഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ എല്ലാ വർഷവും അപ്ഗ്രേഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി പുതിയതായിട്ട് എടുക്കുന്നവരുണ്ടാവും. എല്ലാ വർഷവും പുതിയ ഐഫോൺ ഇറങ്ങുമ്പോൾ അപ്പം തന്നെ വാങ്ങുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ സാമ്പത്തിക ശേഷി അനുസരിച്ചാണ്. ഇപ്പോൾ നിങ്ങൾ ഹെവി റിച്ച് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വാങ്ങിക്കുന്നതുകൊണ്ട് തെറ്റില്ല. നിങ്ങൾക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 30,000 രൂപയുടെയൊക്കെ അടുത്ത വർഷത്തിന് കിട്ടുന്ന ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഒരു കാര്യമല്ല എന്നുണ്ടെങ്കിൽ പുതിയ ഫോൺ ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മോട്ടീവെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. കുറച്ചൊന്ന് എക്കണോമിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് റേഞ്ചിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എസ്പെഷ്യലി ഈ വീഡിയോ. അപ്പോൾ ഞാൻ പറയുന്നത് ഈ വർഷം നിങ്ങളൊന്ന് ഐഫോൺ വാങ്ങുന്നത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഇരിക്കുന്ന ഐഫോൺ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷം ഈ ബിഗ് ബില്യൺ ഡേയ്സ് ആകുമ്പോൾ ഏകദേശം 30,000 രൂപ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് സെയിം ഐഫോൺ ലഭിക്കും. ഇപ്പോൾ 16 ബേസ് വേരിയൻറ്റിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 80,000 രൂപയാണ്. അപ്പോൾ എല്ലാ വർഷവും ന്യൂ ഐഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ട് പ്രീവിയസ് മോഡൽ 50,000 രൂപയ്ക്കാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഫ്ലിപ്കാർട്ടിൽ സെയിലിന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 30,000 രൂപയാണ് നമുക്ക് ഓരോ വർഷവും ഒരു ഐഫോണിൻ്റെ അതിൻ്റെ ലോഞ്ച് പ്രൈസിൽ നിന്ന് ലാഭം ലഭിക്കുന്നത്. സെയിം പുതിയ ഫോൺ തന്നെയാണ്, ഒരു വർഷത്തെ ഒരു നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, ഇനിയിപ്പോൾ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ അപ്പം തന്നെ വാങ്ങാതിരിക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലതെന്ന് പറയുന്നത്. അതിറങ്ങി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് യൂസർ എക്സ്പീരിയൻസ് ഒക്കെ അറിഞ്ഞിട്ട് വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഈ iPhone 13 ഇറങ്ങിയ സമയത്ത് വൈഡായിട്ട് അതിനുള്ളൊരു കംപ്ലയിൻ്റ് ആയിരുന്നു അതിൻ്റെ ഡിസ്പ്ലേ ലൈൻ വരിക, ഡിസ്പ്ലേ അടിച്ചു പോകുക എന്നുള്ളത്. ഒരുപാട് iPhone 13 അങ്ങനെ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയിട്ട് ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവർ പരിഹരിക്കുന്ന അതിൻ്റെ അടുത്ത പ്രൊഡക്ഷനിലാണ്. അടുത്ത പ്രൊഡക്ഷൻ എന്ന് പറയുമ്പം ആദ്യത്തെ പ്രൊഡക്ഷൻ കഴിഞ്ഞ് സെക്കൻഡ് പ്രൊഡക്ഷനിൽ ഇപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ ഡിസ്പ്ലേ പോകുന്നു, ആ കംപ്ലയിൻറ്റ് ഈ കംപ്ലയിൻ്റ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇവർ പരിഹരിച്ചു കൊടുക്കുന്നത് അടുത്ത യൂണിറ്റ് പ്രൊഡക്ഷനിലാണ്. അപ്പോൾ ഒരു ഫോൺ ഇറങ്ങുമ്പോൾ തന്നെ വാങ്ങിക്കുക എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു റിസ്ക് ഉണ്ട്. അതിന് എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും 1 ഇയർ വാറണ്ടി ഉണ്ട്. പക്ഷേ വാറണ്ടി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് അടിച്ചു പോയ ഫോണുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് അടിച്ചു പോകുന്ന ഫോണുകൾക്കൊന്നും ഒരു തരത്തിലുള്ള വാറണ്ടി ലഭിക്കില്ല, ടോട്ടൽ ലോസ് ആണ്. ഇപ്പം വാറണ്ടി കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഡിസ്പ്ലേയിൽ ലൈൻ വരിക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഒരു ഐഫോൺ ലോഞ്ച് ആയ അപ്പോൾ തന്നെ വാങ്ങിക്കാറില്ല. ഞാൻ ഏകദേശം 2013 മുതൽ ഐഫോൺ തന്നെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഒരു ആപ്പിൾ എക്കോ സിസ്റ്റം തന്നെ എനിക്കുണ്ട്. സോ
2020 ശേഷം ഞാൻ ഐഫോൺസ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കൂടുതലും വാങ്ങിക്കുന്നത്. 2020 ബിഗ് ബില്യൺ ഡേയ്സിൽ ഐഫോണിന് വില കുറച്ച് വന്നതിന് ശേഷം. അപ്പോൾ 2020 ഐഫോൺ 12 ലോഞ്ച് ചെയ്തു. അപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സിൽ ഐഫോൺ 11 അത്യാവശ്യം നല്ലൊരു ഡിസ്കൗണ്ടിൽ ഞാൻ വാങ്ങിച്ചു. തൊട്ടടുത്ത വർഷം 2021 ഐഫോൺ 12ലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. 22 ഐഫോൺ 13ലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. 23 ഐഫോൺ 14ലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ യൂഷ്വലി ഞാൻ ഈ വർഷം ഐഫോൺ 15ലേക്കാണ് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ഈ വർഷം ഐഫോൺ 15 വാങ്ങണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. പകരം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. കാരണം ഈ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. മാത്രമല്ല കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നതിലൂടെ എനിക്ക് കുറച്ചുകൂടെ ആ ക്യാമറ ഓപ്ഷൻസ്, അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ നോയ്സ് റിഡക്ഷൻ്റെയൊക്കെ, അതൊക്കെ എന്നെ സംബന്ധിച്ച് ഈ വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന ഒരാൾ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ 2 ഓപ്ഷനാണുള്ളത്. എന്തായാലും ഞാൻ ഇപ്പോൾ ഐഫോൺ 15ലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. ഒന്നെങ്കിൽ ഞാൻ 2025 ഫസ്റ്റ് ക്വാർട്ടറിൽ ഐഫോൺ 16 UAE നിന്ന് പർച്ചേസ് ചെയ്യും. UAE എന്നറിയാം, അത്യാവശ്യം നല്ല ലാഭത്തിലായിരിക്കും നമുക്ക് ആ ഫോൺ കിട്ടുന്നത്. ഇനി അതല്ലെങ്കിൽ 2025 ബിഗ് ബില്യൺ സെയിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ആ ഒരു സമയത്ത് നല്ല ഡിസ്കൗണ്ടിൽ വരുമ്പോൾ ഈ ഐഫോൺ പ്രോ മാക്സ് വേരിയൻറ്റ് വാങ്ങണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ബിഗ് ബില്യൺ ഡേയ്സ് ടൈമിൽ പ്രോ മാക്സ് വേരിയൻറ്റ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഈ 2 ഓപ്ഷനാണുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ 2025 ഫസ്റ്റ് ക്വാർട്ടറിൽ UAE നിന്നായിരിക്കും മിക്കവാറും ഞാൻ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എല്ലാ വർഷവും ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്ന സ്വഭാവമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഐഫോൺ 15 ഈ ബിഗ് ബില്യൺ ഡേയ്സിന് പർച്ചേസ് ചെയ്തിട്ട് അടുത്ത ഒരു വർഷം 2025 ബിഗ് ബില്യൺ ഡേയ്സ് വരെ അത് ഉപയോഗിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഐഫോൺ 16 വാങ്ങാം. ഇനി അതല്ല 1-2 വർഷമൊക്കെ ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ 13 വാങ്ങിച്ചിട്ട് പിന്നെ ഫോൺ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു വെർഷനും കൂടി നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഒരു 15 ഈ വർഷം ബിഗ് ബില്യൺ ഡേയ്സിൽ 15 വാങ്ങിക്കാതെ ഈ ഒരു വർഷം കൂടെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ തന്നെ യൂസ് ചെയ്തിട്ട് 16 വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. പ്രധാന കാരണം ഈ ആപ്പിൾ ഇൻ്റലിജൻസ് തന്നെയാണ്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചർ ആയിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇത്രയും നല്ലൊരു കാര്യമൊക്കെ കൊണ്ടുവരുമ്പോൾ എന്തായാലും അത് ഉപയോഗിക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾ 15 എടുത്താൽ പിന്നെ ഒരു 2-3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ അപ്ഗ്രേഡ് ചെയ്യുള്ളൂ. അപ്പോൾ അത്രയും നാൾ നിങ്ങൾ ആ ഒരു ഫീച്ചർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഒരു വർഷം കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഐഫോൺ 16 എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ EMI ഇട്ടൊക്കെ ഐഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടാവും, EMI ഇട്ട് വാങ്ങുന്നവരുണ്ടാവും. അപ്പോൾ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് ഒക്കെ ശ്രദ്ധിക്കാം. കൂടുതലും ബാങ്കുകൾ 15-16% ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് വെക്കുന്നത്. അതും 1 വർഷവും 2 വർഷമൊക്കെയാണ് ഐഫോണിന് EMI ലഭിക്കുന്നത്. സോ അതൊക്കെ നോക്കി മാത്രം വാങ്ങിക്കുക. കാരണം നമ്മൾ EMI അടച്ചു വരുമ്പോൾ വലിയൊരു തുകയായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടപ്പെടാൻ പോകുന്നത്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് എത്രത്തോളം ഇതുകൊണ്ട് യൂസ് ഉണ്ട്. ചുമ്മാ ഒരു ഷോ ഓഫ് എന്നതിലുപരി നിങ്ങൾക്ക് എത്രത്തോളം ഇതുകൊണ്ട് യൂസ് ഉണ്ടെന്ന് ചിന്തിക്കുക. ഇപ്പോൾ എനിക്കൊരു ഐഫോൺ പ്രോ മാക്സ് വാങ്ങിക്കാൻ എൻ്റെ ഒരു മാസത്തെ ടോട്ടൽ ഇൻകത്തിൻ്റെ ഒരു 1/3 മതി. ബട്ട് എന്നിട്ടും ഞാനൊരു സാധാ ഐഫോൺ 14 ആണ് ഉപയോഗിക്കുന്നത്. കാരണം എനിക്ക് യൂസ് ഉള്ളത് നോക്കിയാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഷോ ഓഫ് എന്നുള്ളതിലുപരി എനിക്കെന്താണ് യൂസ്, അതാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഇപ്പം മറ്റൊരാളെ ഒരു കാര്യം കാണിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് എനിക്കൊന്നും നേടാനില്ല. നമുക്കെന്താണ് നേട്ടം എന്ന് നോക്കിയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓരോ വർഷം അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ എനിക്ക് ഏകദേശം ഒരു 10,000-15,000 രൂപ ലോസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ 15,000 രൂപ ഒരു റെൻ്റായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ ഈ ഫോൺ ഉപയോഗിക്കുന്നതിന് എനിക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു റെൻറ്റ് 15,000 രൂപ ലോസ് എന്ന് പറയുമ്പോൾ ഒരു റെൻ്റായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ദിവസം 41 രൂപ മാത്രമേ എനിക്ക് ഐഫോൺ ഉപയോഗിക്കുന്നതിന് റെൻറ്റ് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അതപ്പം റീസണബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ വർഷവും എനിക്ക് പുതിയ ടെക്നോളജിയുള്ള പുതിയ അപ്ഗ്രേഡ് ആയിട്ടുള്ള ഫോൺ യൂസ് ചെയ്യാം. അത്രയും കൂടുതൽ ബാറ്ററി ലൈഫ്, കൂടുതൽ മെച്ചപ്പെട്ട ക്യാമറയൊക്കെ ഉള്ള ഫോൺ യൂസ് ചെയ്യാം. ഞാൻ റെഡി ക്യാഷിനാണ് വാങ്ങുന്നത്, ഞാൻ EMI-ക്കല്ല വാങ്ങുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും ഫോൺ അപ്ഗ്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്കങ്ങനെ വലിയൊരു നഷ്ടമുള്ള കാര്യമല്ല എൻ്റെ യൂസ് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ യൂസ് എന്താണ്, നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള എന്താണ്, അത് മാത്രം നോക്കി ഫോൺ വാങ്ങിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 2-3 വർഷമൊക്കെ ഒരു ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഐഫോൺ 15 ഈ ബിഗ് ബില്യൺ ഡേയ്സിൽ വാങ്ങിക്കാതെ അടുത്ത വർഷം 16 വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. സോ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു എനേബിൾ ദ ബെൽ ബട്ടൺ. ഐ വിൽ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഐ എം ആൽ ഹുസൈൻ, signing off.